ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ്. ഏപ്രിൽ 2ാം വാരം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് സൂചന. അടുത്ത മാസം ആദ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക അവലോകനം പൂർത്തിയായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി. സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത്. കേരളത്തിൽ ഏപ്രിൽ 2ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. ഒറ്റഘട്ടമായാകും തെരഞ്ഞെടുപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും കമ്മീഷണർമാരും അടുത്ത മാസം ആദ്യം കേരളത്തിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തും. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഒറ്റഘട്ടമായാകും തെരഞ്ഞെടുപ്പ്. അതേസമയം അസമിലും ബംഗാളിലും 3 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. മെയ് 7-ന് മുൻപായി 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറക്കും. മെയ് ആദ്യമാകും വോട്ടെണ്ണൽ. 24 ഡൽഹി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ ടേം വ്യവസ്ഥ പുനഃപരിശോധിക്കാൻ CPM വിജയസാധ്യത കണക്കിലെടുത്ത് MLA-മാർക്ക് ഇളവ് നൽകിയേക്കും. പാർട്ടി സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനം കൈക്കൊള്ളും. പാർട്ടിയെ നയിക്കാൻ വീണ്ടും എത്തുന്ന പിണറായി വിജയൻ 3ാം തവണയും ധർമ്മടത്ത് നിന്ന് മത്സരിക്കും. ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ കർശന തവണ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നതാണ് CPM നേതാക്കൾക്കിടയിലെ വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് തവണ വ്യവസ്ഥ സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വെച്ചത്. MLA ആകാൻ 1 തവണ അവസരം, മന്ത്രിയാകാൻ 2 തവണ എന്നതാണ് CPM സെക്രട്ടേറിയറ്റിൽ അന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. പല മണ്ഡലങ്ങളിലും വിജയമുറപ്പാക്കാൻ സിറ്റിംഗ് MLA-മാർ മത്സരിക്കണം. ഇതാണ് പാർട്ടിക്കകത്തെ ചർച്ച. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ തുടരണം. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ മട്ടന്നൂരിൽ തുടരണമെന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം നഷ്ടമാകുമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുവിൽ ടേം വ്യവസ്ഥ ഒഴിവാക്കാനാണ് പാർട്ടിക്കകത്ത് വരുന്ന ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ 3ാം തവണ മത്സരിക്കാനാണ് തീരുമാനം. പിണറായി തന്നെ 3ാം തവണയും പോരാട്ടം നയിക്കണമെന്നത് നേതാക്കൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. ഇതിനിടയിൽ ടേം വ്യവസ്ഥയിൽ പ്രതികരണവുമായി മുതിർന്ന നേതാവ് AK ബാലൻ രംഗത്തെത്തി. 2 തവണ MLA ആയവർ ഇനി മത്സരിക്കേണ്ട എന്നതാണ് പാർട്ടി തീരുമാനം. എന്നാൽ ടേം വ്യവസ്ഥ ഒഴിവാക്കണോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ചയുണ്ടാകുമെന്നും AK ബാലൻ പ്രതികരിച്ചു. അനിവാര്യമായ സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട CM മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആവശ്യമായിട്ട് വരും. അനിവാര്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ എക്സംഷൻ കൊടുക്കും. പക്ഷേ പൊതുവിൽ 2 പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ്. ഇതേസമയം ഇടതുമുന്നണിയിലും സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് നൽകണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. കുറ്റ്യാടി സീറ്റിന്റെ കാര്യത്തിലും മാണി കോൺഗ്രസ് ആവശ്യമുന്നയിക്കും. LDF-ൽ പ്രശ്നങ്ങളില്ലാതെ സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ TP രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഘടകകക്ഷികളുമായി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. CPIM വിജയിച്ച സീറ്റുകളെല്ലാം നിലനിർത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഇടതുമുന്നണിക്ക് ഭരണം 3ാം ടേമിലേക്ക് കടക്കണമെങ്കിൽ MLA-മാർക്ക് 2ഉം മന്ത്രിമാർക്ക് 1ഉം നിശ്ചയിച്ച ടേമുകൾ എടുത്തുമാറ്റണമെന്നതാണ് പാർട്ടിക്കകത്തു നിന്നും ഉയരുന്ന ആവശ്യം. പാർട്ടി സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി ഇക്കാര്യം അടുത്തുതന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. തിരുവനന്തപുരം നേമത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും താൻ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാർട്ടി സെക്രട്ടറിയും വിശദീകരണം നൽകിയിട്ടുണ്ട്. BJP-യുടെ അക്കൗണ്ട് നേമത്ത് ക്ലോസ് ചെയ്തു എന്നും അതിനി തുറക്കില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. CPM-ഉം BJP-യും തമ്മിൽ സഖ്യമുണ്ടെന്നും നേമത്ത് മത്സരിക്കാനില്ല എന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ അന്തർധാര അനുഭവപ്പെടുന്നുണ്ട് എന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. BJP-യുടെ അക്കൗണ്ട് കേരളത്തിൽ നേമത്ത് ക്ലോസ് ചെയ്തു. അത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇല്ല. രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നേമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രയാസമാണ്. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ. ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട്.
അതേസമയം UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഉടൻ തുടക്കമാകും. ഘടകകക്ഷികളുമായുള്ള കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ച വൈകാതെ നടക്കും. മുസ്ലിം ലീഗിൽ നിന്ന് കളമശ്ശേരിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഇടുക്കിയും ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെയും M ലിജുവിന്റെയും പേരുകളും സാധ്യതാ പട്ടികയിലുണ്ട്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് കോൺഗ്രസ്. ഓരോ മണ്ഡലങ്ങളിലും ആർക്കൊക്കെ സാധ്യത, പരിഗണന തുടങ്ങിയ വിഷയങ്ങൾ മുന്നണിക്കകത്ത് സജീവ ചർച്ചയായി കഴിഞ്ഞു. കടുത്ത ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന തൃപ്പൂണിത്തുറയിൽ കെ ബാബു മാറുകയാണെങ്കിൽ M ലിജുവിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. അനാരോഗ്യം കാരണം മത്സര രംഗത്തേക്ക് ഉണ്ടാകുമോ എന്നതിൽ കെ ബാബു മനസ്സ് തുറന്നിട്ടില്ല. സംഘടനയ്ക്ക് പുറത്തുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥി വേണ്ടെന്നാണ് പൊതുവികാരം. കളമശ്ശേരി സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉയർത്തുന്നു. പകരം കൊച്ചി വെച്ചുമാറാനാണ് ആലോചന. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് ജില്ലാ നേതൃത്വം KPCCയെ അറിയിച്ചു. കോൺഗ്രസ് മത്സരിച്ചാൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് അവകാശവാദം. പുതുപ്പള്ളിയിൽ മത്സരിക്കണമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ 24-നോട്. എങ്ങനെയാണ് പുതുപ്പള്ളിയിൽ ഇത്തവണ വിജയിക്കുമോ UDF? അല്ല, UDF ജയിച്ചിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. എങ്ങനെയാണ് അപ്പോൾ മത്സരരംഗത്തുണ്ടാവുമോ? അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും മത്സരരംഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് പരിഗണിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഈ മാസം 15ഓടെ ഏകദേശ രൂപമാകുമെന്ന് K മുരളീധരൻ. അല്ല, സീറ്റ് ചർച്ചയിൽ ഇതുവരെയായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. കോൺഗ്രസിന്റെ സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തൃക്കരിപ്പൂർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. 24 കൊച്ചി. കൽപ്പറ്റ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസിനോട് ആവശ്യം ഉന്നയിക്കണമെന്ന ലീഗ് പ്രവർത്തക സമിതിയിൽ പൊതുവികാരം. പാലക്കാട് കൊങ്ങാടിന് പകരം പട്ടാമ്പി വേണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. മത്സരിക്കുകയാണെങ്കിൽ കൊല്ലം ചവറയിൽ തന്നെ ആയിരിക്കുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ 24-നോട് പറഞ്ഞു. ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിലാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ള കൽപ്പറ്റ സീറ്റിനായി ലീഗ് ജില്ലാ കമ്മിറ്റി ആവശ്യമുന്നയിച്ചത്. ലീഗിന് സ്വാധീനമുള്ള സീറ്റാണ് കൽപ്പറ്റയെന്ന് നേതാക്കൾ പറയുന്നു. പാലക്കാട് കോങ്ങാടിന് പകരം പട്ടാമ്പി നൽകണമെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ലഭിക്കുന്ന എല്ലാ സീറ്റിലും മത്സരിക്കേണ്ടതില്ലെന്നും വിജയിക്കുന്ന സീറ്റുകളിൽ മാത്രം മത്സരിച്ചാൽ മതിയെന്ന പൊതുനിലപാടിന്റെ ഭാഗമായാണ് ലീഗ് സമീപനം. ഇതിനിടെ ഇത്തവണയും ചവറയിൽ തന്നെ മത്സരിക്കുമെന്ന സൂചന നൽകി RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ രംഗത്തെത്തി. മത്സരിക്കുകയാണെങ്കിൽ അത് ചവറയിൽ തന്നെയായിരിക്കുമെന്ന് ഷിബു ബേബി ജോൺ 24-നോട് പറഞ്ഞു. RSPയെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് വീണ്ടെടുക്കുക RSPയുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ആവശ്യമായി ഞങ്ങൾ കാണുകയാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളുമായി അവിടുത്തെ പാർട്ടി ഘടകങ്ങൾ വളരെ മുന്നേ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനിയുള്ള ദിവസങ്ങൾ ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോകും. ഈ മാസം 15-നകം മുന്നണികളുടെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയാക്കാനാണ് UDF നീക്കം. ഇതിനു മുൻപേ തങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി UDFനെ അറിയിക്കുകയാണ് പാർട്ടികൾ. 24 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് നടൻ G കൃഷ്ണകുമാർ. മത്സരിക്കാനുള്ള സന്നദ്ധത കൃഷ്ണകുമാർ BJP നേതൃത്വത്തെ അറിയിച്ചു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുക താനാകുമെന്ന് കൃഷ്ണകുമാർ 24-നോട് പ്രതികരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് G കൃഷ്ണകുമാർ ജനവിധി തേടിയത്. അന്ന് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കൃഷ്ണകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്നും മത്സരിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ഒഴിവാക്കി സ്വന്തം മണ്ഡലമായ വട്ടിയൂർക്കാവ് നൽകണമെന്നാണ് കൃഷ്ണകുമാർ നേതൃത്വത്തെ അറിയിച്ചത്. ഞാൻ 25 കൊല്ലം വേണ്ടി ജീവിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. അത് എൻ്റെ പ്രവർത്തന മണ്ഡലം. ഞാനിവിടെ നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നെങ്കിലും പാർട്ടിയാണ് അവസാനം തീരുമാനിക്കുന്നത്. ഇല്ല, കൃഷ്ണകുമാർ ഇന്നടത്ത് പോയി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അതനുസരിക്കുക. പാർട്ടി ഒരു കണക്കുകൂട്ടലോട് കൂടിയാണ് ഓരോരുത്തർക്കും ഓരോ മണ്ഡലം കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അനുസരിക്കുക, പ്രവർത്തിക്കുക. ഇപ്പം നമ്മുടെ പ്രവർത്തന മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഏറ്റവും സന്തുഷ്ടനാവുന്ന ഒരു വ്യക്തികളൊന്നും ഞാൻ തന്നെയായിരിക്കും. പാർട്ടിയുടെ തീരുമാനത്തിനായിട്ട് കാത്തിരിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വരാനുള്ളത് വന്നോളും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതല BJP നൽകിയിരുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന്റെ പേരും BJP പരിഗണിക്കുന്നുണ്ട്. അതേസമയം BJPക്ക് ഏറെ മുൻതൂക്കമുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിനായി മുതിർന്ന നേതാക്കളും ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു. R ശ്രീലേഖയുടെ പേരിനൊപ്പം K സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതായാണ് വിവരം. വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്ന് R ശ്രീലേഖ നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് ജയസാധ്യത തേടി കൂടുതൽ പേർ എത്തുന്നത്. പാർട്ടിക്ക് അടിത്തറയുള്ള മണ്ഡലത്തിൽ ജനവിധി തേടിയാൽ നേമം മോഡൽ ആവർത്തിക്കുമെന്ന്
നേതാക്കളം കണക്ക് കൂട്ടുന്നു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ 24-ന്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട് ഫൗണ്ടേഷനും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. VD സതീശന്റെ വിദേശയാത്രാ താമസ ചെലവുകൾ വഹിച്ചത് മണപ്പാട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് മൊഴി നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ നടന്ന ഇടപാടുകളിൽ സംശയിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് VD സതീശൻ UK പോയതും തിരികെ വന്നതും. മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീശന് വേണ്ടി കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയത്. ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ്. VD സതീശന്റെ UK താമസ സൗകര്യവും മറ്റ് ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. UK യാത്രയ്ക്ക് പിന്നിൽ മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദും VD സതീശനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചനയും നടന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയും പണം സ്വരൂപിച്ചു. അതേസമയം UK മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം കേരളത്തിലേക്ക് അയച്ച മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ യാതൊരുവിധ MOUവും ഒപ്പുവെച്ചിട്ടില്ല. സാധാരണഗതിയിൽ NGOകൾ തമ്മിൽ ഇത്തരം ഇടപാടുകളിൽ MOU ഒപ്പുവെക്കാറുണ്ടെന്നും വിജിലൻസ് വിലയിരുത്തുന്നു. 24, തിരുവനന്തപുരം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ആഞ്ഞടിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ. ബിനോയ് വിശ്വം നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്നു എന്നാണ് വിമർശനം. ഉത്തരം താങ്ങുന്ന പള്ളിയുടെ മാനസികാവസ്ഥയാണ് CPIക്കെന്നും S അജയകുമാർ കുറ്റപ്പെടുത്തി. ദീർഘകാലമായി CPI പോര് തുടരുന്ന പാലക്കാട് ഒറ്റപ്പാലത്തെ മണ്ണൂരിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു S അജയകുമാർ. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPIഎമ്മിനും, ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ തങ്ങൾക്കുമെന്നാണ് CPI സമീപനം. കേവലം 5% വോട്ട് മാത്രമേ സംസ്ഥാനത്ത് CPIക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് CPIക്ക് ജയിക്കാനാവില്ല. എവിടെയെങ്കിലും 4 CPIക്കാർ ഉണ്ടെങ്കിൽ 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. ഉത്തരം താങ്ങുന്നത് പള്ളിയാണ് എന്ന പള്ളിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. ഉത്തരം ഇങ്ങനെ അതിൽ അടി വയ്ക്കുമ്പോൾ ഞാൻ ഉണ്ടാവുകൊണ്ടാണ് ഇത് താങ്ങുന്നത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ളൂ. ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. അഹങ്കാരം, ദാഷ്ട്യം, അതിരുകടന്ന അവകാശവാദത്ത് മണ്ണൂർ പഞ്ചായത്തിൽ അന്ത്യം കുറിക്കുന്ന CPIയെ ഏതാണ്ട് എന്താ പറയുക, നിലം പരിശാക്കുന്ന രൂപത്തിലുള്ള ഒരു ജനവിധിയായി ഇവിടെ മാറിയിരിക്കുന്നു. ഉത്തരം താങ്ങുന്ന പള്ളിയുടെ മാനസികാവസ്ഥയാണ് CPIക്കുള്ളതെന്നും S അജയകുമാർ കുറ്റപ്പെടുത്തി. 24, പാലക്കാട്. അതേസമയം S അജയകുമാറിന് മാനസിക വിഭ്രാന്തി എന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസിന്റെ മറുപടി. CPM ജില്ലാ നേതൃത്വം അജയകുമാറിനെ തിരുത്തുകയും നിയന്ത്രിക്കുകയും വേണം. പ്രാദേശിക പ്രശ്നത്തിന് സംസ്ഥാന സെക്രട്ടറി അപമാനിച്ച് സംസാരിച്ചത് നിലവാരമില്ലായ്മയാണ് എന്നും സുമലത മോഹൻദാസ് പറഞ്ഞു. വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യവും അതിനകത്തില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തിയുണ്ട്. അത് അദ്ദേഹം CPIഎമ്മിൻ്റെ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ മുസ്ലിം ലീഗിനെതിരെ DYFI നേതാവിന്റെ കൊലവിളി പ്രസംഗം. CPM പ്രവർത്തകരുടെ മേൽ കുതിര കയറാൻ വന്നാൽ മയ്യത്ത് കട്ടിലിന് കാലുപിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വരണം എന്നാണ് ഭീഷണി. DYFI വയനാട് മുൻ ജില്ലാ ട്രഷറർ ലിജോ ജോണിയാണ് കൊലവിളി പ്രസംഗം നടത്തിയത്. മൈലിനകത്ത് മുസ്ലിം ലീഗിന്റെ തമ്മാടിപ്പട അഴിഞ്ഞാടുന്ന കാഴ്ച കണ്ടത്. പാർട്ടി മെമ്പറായ സഖാവ് പ്രദീപന്റെ വീട്ടിലേക്ക് അവന്റെ കൊച്ചുകുട്ടികൾ കളിക്കുമ്പോൾ പടക്കം വലിച്ചെറിഞ്ഞു. അവിടുത്തെ സഖാക്കൾ സംഘടിച്ചെത്തി 3-ാം മൈലില് വിജയാഹ്ലാദത്തിന് ഒരുങ്ങി നിന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ചെറുകിട ആളുകളെന്നല്ല, മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൈ തല്ലി ഒടിച്ചിട്ടാണ് സഖാക്കൾ ജയിലിൽ പോയിട്ടുള്ളത്. തൃശൂർ പോലീസ് അക്കാദമിയിൽ വൻ മോഷണം. അക്കാദമി ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദന മരങ്ങൾ മോഷണം പോയി. 30 വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങളുടെ ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണ് മോഷണം നടന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഏതാണ്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണോ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്? ഈ മോഷ്ടാക്കളെ പറ്റി എന്തെങ്കിലും സൂചനയുണ്ടോ?
വിജയകുമാർ, ഈ ക്രിസ്മസിന്റെ അവധിക്കാലത്താണ് ഈ മോഷണം നടന്നതെന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിലൂടെ പോയ നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. അവർ വിവരം അറിയിച്ചനുസരിച്ചാണ് ഈ അക്കാദമി അധികൃതരടക്കം ഈ മരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ചന്ദനമരത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് അക്കാദമിയോട് ചേർന്ന ഒരു പ്രദേശമാണ്. പക്ഷെ എന്നാൽ പോലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഈ ആകാശവാണിയോടൊക്കെ ചേർന്ന് വരുന്ന പ്രത്യേകിച്ച് ആ ഒരു രാമവർമ്മപുരത്ത് ഈ ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണിത്. അക്കാദമിയുടെ ഇതിൽപ്പെടുന്ന സ്ഥലമാണെങ്കിൽ പോലും അവരുടെ ശ്രദ്ധയിൽ ഒറ്റനോട്ടത്തിൽ പെടാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ മരം മുറിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെ പോലീസ് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. പോലീസ് അക്കാദമി അധികൃതർ വിയൂർ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മരം മാത്രമല്ല, വലിയ രാജമരങ്ങൾ, അതായത് ഏറെ പഴക്കമുള്ള വലിയ വലിയ മരങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പോലീസ് അക്കാദമി പരിസരം. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നടപടി ഉണ്ടാകണം എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണ് ഈ മോഷണം നടന്നത് എന്ന വിവരം കൂടി വരുന്നുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങി. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകി തൃശ്ശൂരിൽ നിന്ന്. തമിഴ്നാട് തിരുപ്പരൻകുണ്ട്രം ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിയിക്കൽ കേസിൽ തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി. ദർഗയ്ക്ക് സമീപമുള്ള ദീപത്തൂണിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് ദീപം തെളിയിക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാർ സാങ്കല്പിക ഭീതി പരത്തുകയാണെന്ന് കോടതി വിമർശിച്ചു. തിരുപ്പരൻകുണ്ട്രത്തെ ഉച്ചപ്പിള്ളയാർ ക്ഷേത്രത്തിനു സമീപമുള്ള ദീപത്തൂണിൽ ദീപം തെളിയിക്കാമെന്നായിരുന്നു ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ഉത്തരവ്. ദർഗയ്ക്ക് സമീപം ദീപം തെളിക്കുന്നത് പ്രദേശത്തെ മതസൗഹാർദ്ദം തകർക്കുമെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ദീപത്തൂണിൽ ദീപം തെളിയിച്ചിരുന്നു എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ഇതിന് തെളിവില്ലെന്ന് പുരാവസ്തു വകുപ്പിന്റെ പഠന റിപ്പോർട്ട് ഉദ്ധരിച്ച് സർക്കാർ വാദിച്ചു. 6 ദിവസം നീണ്ട തുടർച്ചയായ വാദത്തിനു ശേഷമാണ് ജസ്റ്റിസുമാരായ G ജയചന്ദ്രൻ, KK രാമകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ച് വിധി പറഞ്ഞത്. ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ഉത്തരവ് നിലനിർത്തിയ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ തന്നെ അസ്വസ്ഥത പടർത്താൻ ശ്രമിക്കരുതെന്നും ആ നിലയിലേക്ക് സർക്കാർ താഴില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി വിമർശിച്ചു. ദീപം തെളിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളും കോടതി ഉത്തരവിലുണ്ട്. ദേവസ്ഥാനത്തിന്റെ നിർദ്ദേശപ്രകാരം 6 പേർക്ക് മാത്രമേ മലമുകളിലേക്ക് പ്രവേശനം നൽകാവൂ. മാത്രമല്ല, ഇതിന് പുരാവസ്തു വകുപ്പിന്റെ അനുമതി വാങ്ങണമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. 24 ചെന്നൈ. ആന്ധ്രാപ്രദേശിലെ ONGC എണ്ണക്കിണറിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമായില്ല. 24 മണിക്കൂറായി തീ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. പൈപ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. BR അംബേദ്കർ കൊണസീമ ജില്ലയിലെ മലിക്കിപുരത്തെ പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത്. ഗ്യാസിനൊപ്പം ക്രൂഡ് ഓയിലും ചോർന്നതിനാൽ തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അഗ്നിരക്ഷാസേനയും ONGCയിലെ എഞ്ചിനീയേഴ്സും തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തീ പൂർണ്ണമായും അണച്ചെങ്കിൽ മാത്രമേ പൈപ്പിലെ ലീക്ക് അടയ്ക്കാൻ സാധിക്കൂ. വാതകവും ക്രൂഡ് ഓയിലും ചോർന്നതിനാൽ തീ വേഗത്തിൽ നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുരുതര പ്രതിസന്ധിയാണ് മലിക്കിപുരത്ത് നിലവിലുള്ളത്. പ്രദേശവാസികളെ ഇന്നലെ തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ഇതേ പ്ലാന്റിൽ 11 വർഷം മുമ്പുണ്ടായ തീപിടുത്തത്തിൽ 22 പേർ മരിച്ചിരുന്നു. 24 ചെന്നൈ. ബംഗ്ലാദേശിൽ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 യുവാക്കൾ കൂടി കൊല്ലപ്പെട്ടു. 3 ആഴ്ചയ്ക്കിടെ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ എണ്ണം 6 ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും കലാപവും സംഘർഷവും തടയാൻ കഴിയാതെ ബംഗ്ലാദേശ് ഭരണകൂടം. ഹൈന്ദവ വിഭാഗത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 2 യുവാക്കളാണ് കൊല്ലപ്പെട്ടത്. ജെസോർ ജില്ലയിൽ പ്രാദേശിക പത്രത്തിന്റെ എഡിറ്ററും വ്യവസായിയുമായ റാണ പ്രതാപ് ബൈരാഗിയെ അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തി. നർസിഗഡ് ജില്ലയിൽ പലചരക്ക് കട ഉടമയായ മോണി ചക്രവർത്തിയെ അക്രമി സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി പരിക്കേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. കാളിഗഞ്ചിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം മരത്തിൽ കെട്ടിയിട്ട് മുടി മുറിച്ചു. 40-കാരിയായ വിധവയാണ് അതിക്രമത്തിന് ഇരയായത്. ബംഗ്ലാദേശ് ജനസംഖ്യയുടെ 18% ഹൈന്ദവ വിഭാഗം. 24 ഡൽഹി. അമേരിക്ക വെനസ്വേല സംഘർഷ പശ്ചാത്തലത്തിൽ സ്വർണ്ണ കുതിപ്പ് തുടരുന്നു. സംസ്ഥാനത്ത് പവന് 440 രൂപ കൂടി 1,18,800 രൂപയായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്.
2025 ഡിസംബർ 23 പവന് 1 ലക്ഷം എന്ന നാഴികക്കല്ല് കടന്ന സ്വർണം പിന്നെ തുടർച്ചയായ വിലക്കയറ്റത്തിലായിരുന്നു. വിലവർധന 1,04,440 എന്ന സർവകാല റെക്കോർഡിലെത്തിയതിനു ശേഷം സ്വർണ്ണവില കുറയാൻ തുടങ്ങി. വിലക്കയറ്റം രാജ്യാന്തര വിപണിയിൽ ലാഭമെടുപ്പിലേക്ക് നയിച്ചതോടെയാണ് സംസ്ഥാനത്തും വില താഴ്ന്നത്. വെനസ്വേലൻ തലസ്ഥാനത്ത് കടന്നുകയറി പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക തടവിലാക്കിയത് നിക്ഷേപകരിൽ ആശങ്ക സൃഷ്ടിച്ചു. സ്വർണം സുരക്ഷിത നിക്ഷേപമായി കണ്ട് കൂടുതൽ പേർ നിക്ഷേപം നടത്തിയതോടെ വീണ്ടും വിലക്കുതിപ്പ് തുടങ്ങി. ഇന്നലെ സംസ്ഥാനത്ത് 3 തവണയായി 1 പവന് 600 രൂപയാണ് കൂടിയത്. ഇന്നും ഒന്നിലേറെ തവണ വില കൂടിയേക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. അമേരിക്ക വെനസ്വേല സംഘർഷത്തിൽ അയവ് വരാത്തത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാനിടയാക്കിയേക്കും. ബിസിനസ് ഡെസ്ക് 24.